സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. നമസ്തേ സജ്ജനങ്ങളെ, അനന്തപുരിയിലെ ഉത്സവ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഹരിപ്രിയ പ്രൊഡക്ഷൻസിൻ്റെ ഭക്തിനിർഭരവും ആചാര അനുഷ്ഠാനങ്ങൾക്കും ക്ഷേത്രോത്സവങ്ങൾക്കും പ്രാധാന്യം നൽകി വീഡിയോ പകർപ്പായി സൂക്ഷിക്കുന്ന ഞങ്ങളുടെ സംരംഭത്തിൽ ഇന്ന് തിരുവനന്തപുരം ആനയറ വെൺപാലവട്ടം ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം 2024 ഫെബ്രുവരി 12 മുതൽ 18 വരെ നടക്കുകയുണ്ടായി. വിളിച്ചാൽ വിളി കേൾക്കും അമ്മ എന്ന പ്രസിദ്ധ നാമത്തിൽ അറിയപ്പെടുന്ന വെൺപാലവട്ടം ശ്രീ ഭഗവതിയുടെ ഉത്സവ സമാപന ദിവസമായ 7ാം ഉത്സവത്തിൽ ക്ഷേത്രത്തിൽ നടന്ന പൊങ്കാലയും അനുബന്ധ ചടങ്ങുകളും സമന്വയിപ്പിച്ചുകൊണ്ട് ഭക്തിപുരസരം ഈ വീഡിയോ വിളിച്ചാൽ വിളി കേൾക്കുന്ന വെൺപാലവട്ടത്തമ്മയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും ഏതു ദിക്കിൽ നിന്നും ഭക്തജനങ്ങൾ വിളിച്ചാൽ വിളി കേൾക്കുന്നതുമായ അമ്മ ഈ ദേശത്തിൻ്റെ ദേശദേവത കൂടിയാണ്. ഈ ക്ഷേത്രത്തിൽ ദുർഗാ ഭഗവതിയും ഭദ്രാ ഭഗവതിയും തുല്യ പ്രാധാന്യത്തിലും റോഡിനിരുവശത്തുമായി 2 ക്ഷേത്രങ്ങളിലായി ആരാധിക്കപ്പെടുന്നു. കൂടാതെ ദുർഗാദേവി ക്ഷേത്രത്തിനടുത്തായി യോഗീശ്വര ക്ഷേത്രത്തിൽ ശ്രീ യോഗീശ്വരരെയും ശ്രീ ഗുരുവിനെയും രക്തചാമുണ്ഡി ദേവിയെയും ആരാധിക്കപ്പെടുന്നു. അതിനോട് ചേർന്നിരിക്കുന്ന വലിയ കാവും അവിടെ ആരാധിക്കപ്പെടുന്ന നാഗദേവതകളും ഇതിനോട് ചുറ്റും 27 നക്ഷത്രത്തിനെ പ്രതിനിധാനം ചെയ്യുന്ന നക്ഷത്ര വൃക്ഷങ്ങളെയും നട്ടുവളർത്തി പരിപാലിച്ചു പോരുന്നു. ഈ ക്ഷേത്രത്തിലെത്തിയാൽ അവരവരുടെ നക്ഷത്ര വൃക്ഷത്തെ കണ്ട് വണങ്ങി ചുവട്ടിൽ ജലം സമർപ്പിക്കുവാനുള്ള അവസരവും ലഭ്യമാണ്. അതിമനോഹരമായ ക്ഷേത്രക്കുളവും ഇവിടെയുണ്ട്. ഈ ക്ഷേത്രോത്സവത്തിൽ നേർച്ചക്കാഴ്ച എന്ന ഒരു വഴിപാട് നടക്കുന്നു. തോറ്റംപാട്ടിൻ്റെ ഐതിഹ്യം അനുസരിച്ച് ഉത്സവത്തിൻ്റെ 3ാം നാളിലാണ് ദേവിയുടെ തിരുമാംഗല്യം നടക്കുന്നത്. അന്നേ ദിവസം ഭക്തജനങ്ങൾ കാർഷിക വിഭവങ്ങൾ ദേവിക്ക് മുന്നിൽ സമർപ്പിക്കുന്നു. ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കും വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കുന്നതിനും മറ്റും വേണ്ടിയാണിത്. ദേവിയുടെ തൃക്കല്യാണ ദിവസം ദേവിക്ക് ചാർത്തുവാനുള്ള തിരുവാഭരണം തിരുവനന്തപുരത്ത് കോട്ടയ്ക്കകം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് വെൺപാലവട്ടം ജംഗ്ഷൻ വഴി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു. ക്ഷേത്രോത്സവം ആരംഭിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ടുള്ള കൊടിക്കൂറ സമർപ്പണ ഘോഷയാത്ര കഴക്കൂട്ടം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് കഴക്കൂട്ടം, കാര്യവട്ടം, ശ്രീകാര്യം, ഉള്ളൂർ, കുമാരപുരം, കിംസ് വഴി ക്ഷേത്രത്തിലെത്തുന്നു. ക്ഷേത്രതന്ത്രി ഏറ്റക്കോട് ബ്രഹ്മശ്രീ ശങ്കരരു നാരായണരു അവർകളും ക്ഷേത്ര മേൽശാന്തിമാർ ശ്രീ ശിവനാരായണൻ പോറ്റി അവർകൾ ശ്രീ ഭഗവതി ക്ഷേത്രം, ശ്രീ അജിത് നന്നംകേരിൽ അവർകൾ ശ്രീ യോഗീശ്വര ക്ഷേത്രം, ശ്രീ രജിൽ വരദരാജൻ അവർകൾ ശ്രീ ഭദ്രകാളി ക്ഷേത്രം. വെൺപാലവട്ടം ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ 2024 ഉത്സവ പൊങ്കാലയുടെ ഈ വീഡിയോ കാണുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും വിളിച്ചാൽ വിളി കേൾക്കുന്ന അമ്മയുടെ അനുഗ്രഹ കൃപാ കടാക്ഷം ലഭിക്കുമാറാകട്ടെ എന്നും ഈ ക്ഷേത്ര ദർശനത്തിലൂടെ മനസ്സിനും ശരീരത്തിനും സമാധാനവും സുഖവും ലഭിക്കുമാറാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ 3 ഭാഗങ്ങളായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. തിരുവനന്തപുരത്തെ മറ്റു ക്ഷേത്രങ്ങളിലെ ക്ഷേത്രവിശേഷങ്ങൾ കാണുവാൻ ഞങ്ങളുടെ ചാനൽ സന്ദർശിക്കുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. വെൺപാലവട്ടത്ത് അമ്മയുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് അമ്മയുടെ കീർത്തിയും യശസ്സും നിങ്ങളിലൂടെ വർദ്ധിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഹരിപ്രിയ പ്രൊഡക്ഷൻസിന് വേണ്ടി ഞാൻ ഹരിപ്രിയ രാജ്കുമാർ. നന്ദി, നമസ്കാരം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. വീഴും
നിന്റെ യാതൊരു പൊന്മകന് യൗവണ്ണം ഞാനിന്ന് തോറ്റുവാന നിന്റെ യാതൊരു പൊന്മകന് യൗവണ്ണം ഞാനിന്ന് തോറ്റുവാന മധു കുടിച്ച ഞാൻ മതിമാറന്ന ഇത്ര വഴി ദൂരം വന്നാടത്ത നിന്റെ യാതൊരു പൊന്മാകന് യൗവണ്ണം ഞാനിന്ന് തോറ്റുവാന പൊന്മകന് തോറ്റി തന്നല്ലാതെ മാതാവഴം നള്ളി പോകരുത പട്ടുകൊണ്ട ഒരു തിരവാളഞ്ഞ നിദ്ര ഉണർന്നല്ല വരുന്നതു പോലെ ചാടി മാറിയോ വീണ ഓടിയാതാ ഓടി ചെന്നൂടാനെ മധുകൂടി ചതയുന്ന ചതിയായോടി നിന്റെ